2025 മെയ് 17 ദാറുൽ ഉലൂം ഹൈസ്കൂൾ SSLC 92 ബാച്ചിൻ്റെ റീയൂണിയൻ നമ്മളുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരനുഭവമായിരുന്നു. നമ്മളെല്ലാവരും ഇപ്പോഴും മെയ് 17 ഓർമ്മകളിലാണ്. നമ്മളുടെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സജീവ പങ്കാളിത്തവും സഹകരണവുമാണ് മഷിത്തണ്ടുകൾ എന്ന നമ്മളുടെ ഒത്തുചേരലിൻ്റെ മാറ്റുകൂട്ടിയത്. യഥാർത്ഥത്തിൽ അതൊരു മെമ്മറീസ് റീലോഡഡ് ദിനം തന്നെയായിരുന്നു. ഒരിക്കൽ കൂടി ഗുരുക്കന്മാരെയും ഗുരുതുല്യരെയും ഒരുമിച്ച് കണ്ട് അവരുടെ അനുഗ്രഹം വാങ്ങാനും അവരുടെ ഉപദേശങ്ങൾ ശ്രവിക്കാനും സാധിച്ച നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. നമ്മളുടെ പ്രതീക്ഷകൾക്കും മേലെ ഈ ഒത്തുചേരലിനെ ഉയർത്തിയ ഈ പരിപാടിയുടെ ജീവനും ആത്മാവുമായ നമ്മളുടെ ഗുരുക്കന്മാർക്കും ഗുരുതുല്യർക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ സഹപാഠിയും ഇന്ന് ആ സ്കൂളിൻ്റെ പ്രധാന അധ്യാപികയുമായ നമ്മളുടെ സ്വകാര്യ അഹങ്കാരമായ സാജിദ ബീവിയുടെ കോൺട്രിബ്യൂഷനും ഈ റീയൂണിയൻ വിജയത്തിലേക്ക് എത്തിക്കാൻ വളരെ വലുതായിരുന്നു. സാജിദ ബീവിക്ക് ഔദ്യോഗികമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഇത് തുടങ്ങുകയാണ്. സാമൂഹികമായും രാഷ്ട്രീയപരമായും ഒരുപാട് തിരക്കുള്ള മനുഷ്യനാണ് നമ്മുടെ മാനേജർ ബാബു സേട്ട്. അന്നത്തെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹഫ്സാബായും നമ്മുടെ പരിപാടിയിൽ ആദ്യ അവസാനം വളരെ സജീവമായിട്ട് സഹകരിച്ചതിന് നമ്മളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അദ്ദേഹത്തിൻ്റെ ആ ദിവസത്തെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മളുടെ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയും നമ്മുടെ കൂട്ടായ്മയുടെ മഹത്വം ഉയർത്തുകയും ചെയ്തതിനും അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും നമ്മളിൽ ആശംസകളും എല്ലാം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അദ്ദേഹത്തിനെ നമ്മുടെ സ്കൂളിനെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലോട്ട് ഉയർത്തുവാനുള്ള ആയുസ്സും ആരോഗ്യവും ഇച്ഛാശക്തിയും പടച്ചവൻ പ്രതിനിധാനം ചെയ്യട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് പരിപാടിയിൽ പങ്കെടുക്കുകയും ഞങ്ങളുടെ അപേക്ഷ സ്വീകരിച്ച് പരിപാടിയിൽ സംസാരിക്കുകയും ചെയ്ത അച്ചാമ്മ ടീച്ചർക്ക് നന്ദി അറിയിക്കുകയാണ്. അടുത്ത റീയൂണിയനിൽ അടുത്ത പരിപാടിയിൽ ടീച്ചറുടെ ഒരു പാട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. നമ്മളുടെ എല്ലാം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില ദിവസങ്ങളുണ്ടാവുമല്ലോ. അതുപോലുള്ളൊരു ദിവസമായിരുന്നു 2025 മെയ് 17 ശനിയാഴ്ച. അന്നായിരുന്നല്ലോ SSLC 1992 ബാച്ച് റീയൂണിയൻ. അന്നേ ദിവസം നമ്മളുടെ എല്ലാം ക്ഷണം സ്വീകരിച്ച് നമ്മളുടെ ഒത്തുചേരലിൽ ഉടനീളം പങ്കെടുത്ത് വളരെ സരസമായി നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ലാളിത്യത്തിൻ്റെ പ്രതിരൂപമായ അലി സാറിന് ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. സ്കൂൾ കാലഘട്ടത്തിൽ നമ്മുടെ മറക്കാനാവാത്ത ഓർമ്മകളുടെ ഭാഗമാണ് പ്രിയപ്പെട്ട അമീൻ സേട്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് പരിപാടിയിൽ പങ്കെടുത്ത് ഈ ഒത്തുചേരലിന്റെ ഭംഗി ഒലിപ്പിച്ച അമീൻ സേട്ട് അഥവാ നമ്മുടെ എല്ലാം അമീനിക്കാക്ക് നന്ദി പറയുകയാണ്. ഞങ്ങളുടെ സ്നേഹപൂർവമായ നിർബന്ധം മാനിച്ചു അവസാന നിമിഷമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അമ്മണി ടീച്ചർ സമ്മതം തന്നത്. അമ്മണി ടീച്ചർ ഈ പരിപാടിയിൽ പങ്കെടുത്തു ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ഓർമ്മകളുടെ ഭാഗമായതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ബാലാമ്മ ടീച്ചർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഭംഗിയായി സാരി ഉടുത്ത് ക്ലാസ്സിലേക്ക് വരുന്ന സുന്ദരിയായ ടീച്ചറെയാണ്. ഇതിനു മുന്നേ നടത്തിയ നമ്മളുടെ റീയൂണിയനിൽ പങ്കെടുക്കാത്തത് കൊണ്ട് ബാലാമണി ടീച്ചറെ ഈ റീയൂണിയനിൽ തീർച്ചയായും പങ്കെടുപ്പിക്കണമെന്ന ഒരാഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ ക്ഷണിക്കാനായി ചെന്നപ്പോൾ രസകരമായ ഒരു വീഡിയോ റീയൂണിയൻ പ്രൊമോഷൻ്റെ ഭാഗമായി ഞങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ചെയ്തു ഞങ്ങളെ ഞെട്ടിച്ച ടീച്ചർ തിരക്കുകളൊക്കെ മാറ്റിവെച്ചു റീയൂണിയൻ ദിവസത്തിൽ എത്തി ടീച്ചറെ പങ്കെടുപ്പിക്കണമെന്ന ഞങ്ങളുടെ ടാർഗറ്റ് സാധിച്ചു തരികയും ചെയ്തു. വളരെ നന്ദി. ഇനിയും ബാലാമ ടീച്ചർ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ആക്റ്റീവായി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ. 92 ബാച്ചിൻ്റെ 33 വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിച്ചേരലിൻ്റെ ഭാഗമായി ഞങ്ങളുടെ സ്കൂളിലെ ഏറ്റവും സീനിയറായ അധ്യാപകനായ ബാബ സാർ, പ്രായം അദ്ദേഹത്തിന് ഒന്നുമല്ല എന്ന് നമ്മൾക്ക് തെളിയിച്ചു തന്ന ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തിയ ബാബ സാർ, ഞങ്ങൾ ഈ പരിപാടി ധന്യമാക്കിയ സാറിനോട് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ഞങ്ങളെല്ലാവരും LC ടീച്ചറെ ആദ്യം ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. ടീച്ചർ ഞങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിച്ചിരുത്തി
പക്ഷേ ടീച്ചറുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ കാരണം ടീച്ചർ അത് സ്നേഹപൂർവ്വം നിരസിക്കേണ്ടി വന്നു. അതിനുശേഷവും ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയപ്പോൾ ടീച്ചറും കൂടി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്, ടീച്ചർ വേണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവസാന നിമിഷം ഞങ്ങൾ പിന്നെയും ടീച്ചറിൻ്റെ അടുത്ത് ചെന്നു. ടീച്ചർ ഒരു ഉറപ്പ് പറഞ്ഞില്ലായിരുന്നു, പക്ഷേ പിറ്റേ ദിവസം ഞങ്ങൾക്കെല്ലാം വളരെ സർപ്രൈസായിട്ട് ടീച്ചർ പരിപാടിയിൽ പങ്കെടുത്തു. ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമായി. ടീച്ചറിനോട് വളരെ വളരെ നന്ദിയുണ്ട്. ടീച്ചറിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുമ്പോൾ അതിൽ നോൺ ടീച്ചേഴ്സ് സ്റ്റാഫുകൾ പങ്കെടുക്കാതെ ആ സംഗമം പൂർണ്ണമാവുകയില്ല. അതും നീണ്ട 33 വർഷങ്ങൾക്ക് ശേഷം. ഫസലിക്ക് എത്തിച്ചേരുമോ എന്നൊരു ആശങ്ക ഞങ്ങൾക്കുണ്ടായിരുന്നു. എഞ്ചിനീയേഴ്സ് ക്ലബ്ബിൽ നേരിട്ട് എത്തിച്ചേരാമെന്ന് അറിയിച്ചിരുന്നത്. സ്കൂളിൽ എത്തിച്ചേർന്നിരുന്ന അതേ കൃത്യതയോടുകൂടി ഫസലിക്ക ഞങ്ങളുടെ വേദിയിൽ എത്തിച്ചേർന്നതിൽ വളരെയേറെ സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുന്നു. ഫസലിക്കക്ക് പഠിച്ചവൻ ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഏറ്റവും അവസാനമാണ് അഫ്സ ടീച്ചറുടെ വീട്ടിലെത്തിയത്. ടീച്ചറുടെ കൃത്യമായ കോൺടാക്റ്റ് നമ്പർ ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവിടെ എത്താൻ വൈകിയ കാരണം. പക്ഷേ ടീച്ചർ ഞങ്ങളുടെ ശ്രമങ്ങൾക്കൊപ്പം ആത്മാർത്ഥമായി നിൽക്കുകയും ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ ടീച്ചറോട് ഹൃദയം നിറഞ്ഞ കടപ്പാടും നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരുപക്ഷെ ഏറ്റവും ദൂരത്തുനിന്ന് വന്നത് ഹൈദ്രോസ് സാറായിരിക്കും. ഞങ്ങൾ ക്ഷണിക്കാൻ പോയപ്പോൾ മുതൽ ഈ പരിപാടി കഴിയുന്നത് വരെ ഞങ്ങളോട് സഹകരിച്ച ഹൈദ്രോസ് സാറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയും. ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്ത DHS ജോയിൻ ചെയ്തത് 5ാം ക്ലാസ്സിലാണ്. അന്ന് ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നത് നമ്മളുടെ സൗമ്യനും സുമുഖനുമായ നമ്മുടെ ഇസ്മയിൽ സാറാണ്. ഇസ്മയിൽ സാർ അന്ന് ലെറ്റർ എഴുതിയിരുന്നാണ് എനിക്ക് പ്രത്യേകം ഓർമ്മയുള്ളത്. നമ്മുടെ 4 ലൈനിൽ എഴുതിയിരുന്നത് ട്രയാങ്കിൾ പോലെയായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. പക്ഷേ നമ്മളത് പിന്നത്തെ സമയങ്ങളിൽ നമ്മൾ ഉരുട്ടി എഴുതുക എന്നുള്ള ഒരു ഇതിലോട്ട് പോയി. എന്തിലും ഭയങ്കര ഒരു രസമുള്ളൊരു ഇതായിരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ എപ്പോഴും ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയും ഒരു സൗമ്യനായും ആരോടും ചൂടായി ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. സാർ അപ്പോൾ ഞങ്ങളുടെ പരിപാടിക്ക് വരികയും ഞങ്ങളോടൊപ്പം കൂടുകയും സന്തോഷിക്കുകയും ചെയ്തതിന് എൻ്റെ പേരിലും DHS 92 ബാച്ചിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. നമസ്കാരം. നമ്മുടെ ഈ റീയൂണിയൻ പരിപാടിയുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ടീച്ചർമാരുടെ ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ ജോസ്ഫൻ ടീച്ചർ കുട്ടികളോടൊപ്പം ദുബായിലാണെന്നും വരാൻ സാധിക്കില്ലെന്നുമാണ് കരുതിയിരുന്നത്. പക്ഷേ നമ്മുടെ ആഗ്രഹം പോലെ പരിപാടി നടക്കുന്ന ദിവസം അവധിക്കായി ടീച്ചർ നാട്ടിൽ വരികയും മാത്രമല്ല കുറഞ്ഞ ദിവസങ്ങളിൽ ഒരു ദിവസം നമുക്കായി സമയം ചെലവഴിക്കുകയും ചെയ്തു. സാന്നിധ്യം കൊണ്ട് നമ്മുടെ പരിപാടിയെ അനുഗ്രഹീതമാക്കിയ ജോസ്ഫൻ ടീച്ചർക്ക് നന്ദി പറയുകയാണ്. താങ്ക് യു. കമാൽ സാറിനെ വിളിക്കാൻ പോകുമ്പോൾ നമുക്കൊരു സംശയമായിരുന്നു. പൊതുവേ നമ്മൾ ടീച്ചർമാരുടെ എന്നൊക്കെ അഭിപ്രായം കേട്ടത് കമാൽ സാറ് സ്കൂളിൽ നിന്ന് പോയിട്ട് ഒരു പരിപാടിക്കും വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെ ചെന്ന് സാറായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സംശയമൊക്കെ അസ്ഥാനത്താണെന്ന് മനസ്സിലായി. സാറ് വളരെ താല്പര്യത്തോടുകൂടി നമ്മുടെ അടുത്ത് വരാമെന്ന് പറയുകയും ചെയ്തു. പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. വളരെ സന്തോഷമായി. ടീച്ചർമാർക്കും എല്ലാവർക്കും സന്തോഷമായി. കാര്യം സാറിന് ഒരുപാട് ആളുകൾക്ക് ശേഷമാണ് കാണാൻ കിട്ടിയത് തന്നെ. നമ്മൾ ആ പരിപാടിയിൽ സാറ് വളരെ ഭംഗിയായിട്ട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അത്രയും ആക്റ്റീവായിട്ട് നമ്മുടെ ഒരു പരിപാടിക്ക് പങ്കെടുത്തതിൽ സാറിനെ നമ്മളുടെ പേരിലും നമ്മുടെ കൂട്ടായ്മയുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഒട്ടേറെ ശാരീരിക വെല്ലുവിളികളുണ്ടായിട്ടും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയിൽ ഉടനീളം പങ്കെടുത്ത കരീം സാറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണക്കത്തുമായി സാറിൻ്റെ വീട്ടിലെത്തിയപ്പോൾ മുതൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് സാറിനെ പങ്കെടുപ്പിക്കാനായി ജോലിയിൽ നിന്ന് അവധിയെടുത്ത സാറിൻ്റെ മകൻ നൗഷാദ് കാക്കും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന പ്രിയ പത്നിക്കും ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുകയാണ്. കരീം സാറിൻ്റെ സാന്നിധ്യം ആ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷം പകരുന്നതായിരുന്നു. ഈ ന്യൂജൻ കുട്ടികളൊക്കെ ചങ്ക് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന പോലെ ഞങ്ങൾക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു ടീച്ചറാണ്, ഞങ്ങളുടെ ഒരു ടീച്ചറാണ് ഖമാൽ റാവുത്തർ ഖദീജ എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഖദീജ ടീച്ചർ. ഞങ്ങൾ വിദ്യാർത്ഥികൾ പരിപാടികൾ ആസൂത്രണം ചെയ്യുമ്പോൾ തന്നെ ക്ഷണിച്ചാൽ എത്ര തിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകി ടീച്ചർ അവിടെ എത്തും. അതിനുവേണ്ടി ടീച്ചർക്ക് ഞങ്ങൾ DHSലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടി ടീച്ചർക്ക് 1000 നന്ദി. ടീച്ചർ ഞങ്ങളുടെ പ്രോഗ്രാമിലും ആ പതിവ് തെറ്റിച്ചില്ല. ടീച്ചറുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ പ്രോഗ്രാമിനെ മനോഹരമാക്കി തീർത്തു. അതിന് ടീച്ചറോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എങ്കിൽ കൂടിയും
ഞങ്ങൾ DHS 92 വിദ്യാർത്ഥികൾക്ക് വേണ്ടി ടീച്ചർക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. നമസ്കാരം. അത്യാവശ്യമായി പങ്കെടുക്കേണ്ട ഒരു വിവാഹമുണ്ടായിട്ടും ഞങ്ങളുടെ കൂട്ടായ്മയിൽ പങ്കെടുത്തും മനോഹരമായ കവിത ചൊല്ലിയും ഞങ്ങളുടെ ആകെ മനം കവർന്ന പ്രിയപ്പെട്ട ഖദീജ ടീച്ചർക്ക് 1000 നന്ദിയും സ്നേഹപ്പൂക്കളും നൽകുന്നു. ടീച്ചറുടെ മഹനീയമായ സാന്നിധ്യം ഞങ്ങൾക്ക് എന്നും കരുത്താണ്. ഈ സാന്നിധ്യം ഞങ്ങൾക്ക് ലഭിക്കാൻ സഹായിച്ച ടീച്ചറുടെ മകനും ഹൃദയം നിറഞ്ഞ 1000 നന്ദി. ടീച്ചറിനും ടീച്ചറിൻ്റെ കുടുംബത്തിനും എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും റബ്ബ് നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ആമീൻ. കുഞ്ഞിപ്പാത്തു ടീച്ചറിനെ കുറിച്ച് ഇപ്പോൾ ഞങ്ങൾക്കുള്ള അറിവ് ടീച്ചേഴ്സ് ഗ്രൂപ്പിലെ വാനമ്പാടിയാണ്. ഞങ്ങളുടെ റീയൂണിയൻ ദിനത്തിൽ ടീച്ചറുടെ പാട്ട് ഞങ്ങൾ മിസ് ചെയ്തുവെങ്കിലും അടുത്തൊരു വേദിയിൽ ഞങ്ങൾക്ക് വേണ്ടി ടീച്ചർ പാട്ട് പാടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഞങ്ങളുടെ ഒരു ദിവസത്തെ സന്തോഷകരമാക്കിയ ടീച്ചറുടെ സാന്നിധ്യത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ശാരീരികപരമായ ബുദ്ധിമുട്ടുകളുണ്ടായിട്ടും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും ഞങ്ങൾക്ക് വേണ്ടി 2 വാക്ക് സംസാരിക്കുകയും ചെയ്ത മോളി ടീച്ചറിനോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ടീച്ചറുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഊർജം നൽകുന്നതാണ്. മോളി ടീച്ചർക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും നേർന്നുകൊണ്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. 92 ബാച്ച് റീയൂണിയന് വേണ്ടി മുനീറ ടീച്ചറെ ക്ഷണിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ടീച്ചർ പറഞ്ഞത് അന്നത്തെ ദിവസം വേറൊരു പരിപാടിയുണ്ട്, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അത് ഞങ്ങളെല്ലാം വളരെയധികം ദുഃഖത്തിലാഴ്ത്തി. എന്നാൽ ഈ ദുഃഖം അധികം ദിവസം നിന്നില്ല. ടീച്ചർ ആ പരിപാടിയിൽ ഞങ്ങളോടൊപ്പം മുഴുവൻ സമയം ചെലവഴിച്ചു. അത് ഞങ്ങളെല്ലാം വളരെയധികം സന്തോഷത്തിലാഴ്ത്തി. അപ്പോൾ ഈ മുനീറ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തയ്യലിൻ്റെ ടീച്ചറാണ്. ഈ ടീച്ചറാണ് ഞങ്ങളെ തയ്യൽ പഠിപ്പിച്ച കാരണമാണ് ഒരു ബട്ടൺസ് അല്ലെങ്കിൽ ഒരു ഷർട്ട് കീറിയതോ തുന്നാൻ ഞങ്ങൾക്ക് അറിവായത്. അതേപോലെ ലേഡീസിന് ഫ്ലേവർ അതേപോലെയുള്ള ഒരു ഇതൊക്കെ ചെയ്യാൻ പറ്റിയതും ഈ ടീച്ചറിൻ്റെ ഒരൊറ്റ കഴിവുകൊണ്ടാണ്. അപ്പോൾ വളരെയധികം നന്ദിയുണ്ട്. ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു ടീച്ചറെ, മുനീറ ടീച്ചറെ. ഓക്കെ. നമ്മുടെ 1992 ബാച്ചിൻ്റെ ഈ റീയൂണിയൻ പരിപാടിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് നജ്മ ടീച്ചർ. കാരണം പരിപാടിയുടെ ആദ്യ കാലഘട്ടം മുതൽ തന്നെ വളരെ ആക്റ്റീവ് റോൾ എടുത്ത ആളായിരുന്നു നജ്മ ടീച്ചർ. തുടക്കത്തിൽ തന്നെ നമുക്ക് ചില ടീച്ചർമാരുടെയെങ്കിലും അറ്റ്ലീസ്റ്റ് ഡീറ്റെയിൽസും എവിടെയാണെന്നുള്ളത് അറിയാതിരുന്നപ്പോഴും അതിൻ്റെ എല്ലാ കോൺടാക്ട്സും എല്ലാം നജ്മ ടീച്ചർ വഴിയാണ് നമുക്ക് കിട്ടിയിരുന്നത്. പിന്നെ പരിപാടിയുടെ തുടക്കത്തിൽ നമ്മൾ കുറേ കോമ്പറ്റീഷനൊക്കെ നടത്തിയിരുന്നു. അതിൻ്റെ മാർക്ക് ഇടുന്നതിലും പിന്നെ ലാസ്റ്റ് നമ്മളിന്ന് വിട്ടുപോയ ടീച്ചേഴ്സിൻ്റെയൊക്കെ ഫോട്ടോ സംഘടിപ്പിക്കുക എല്ലാം നജ്മ ടീച്ചർ വഴിയായിരുന്നു. നജ്മ ടീച്ചർ ഇതിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് അല്ലെങ്കിൽ പരിപാടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായേനെ. അപ്പോൾ ഞങ്ങൾക്ക് നജ്മ ടീച്ചറുള്ള സ്നേഹം, പ്രത്യേകിച്ച് ഞങ്ങൾക്കെല്ലാം നജ്മ ടീച്ചർ മാത്രമല്ല സുൽഫിയുടെ ഉമ്മ എന്നുള്ള രീതിയിലും വളരെ അടുത്തറിയാവുന്നതാണ്. അപ്പോൾ ഈ പരിപാടി ഇത്ര വിജയകരമായി നടത്തിയെത്തുന്നതിന് നജ്മ ടീച്ചറോട് ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. അസ്സലാമലൈക്കും. ഞങ്ങൾ ആദ്യം നടത്തിയ ഒത്തുചേരലിൽ ടീച്ചർ പങ്കെടുക്കാത്തതിൽ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ടീച്ചർ ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് ഞങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. ഞങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഒത്തുചേരലിലുടനീളം പങ്കെടുത്ത റുക്കിയ ടീച്ചർക്ക് ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഓർമ്മകളെന്ന് പറയുമ്പോൾ നമുക്ക് ടീച്ചർമാർക്കും വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു ജീവനക്കാരെ നമുക്ക് ഓർമ്മ വരുമല്ലോ. അങ്ങനെ എനിക്ക് സലീമക്കായെ പറ്റിയുള്ള ഓർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ സുമുഖനായിട്ടുള്ള എന്ന ഗൗരവത്തിൽ ഫയലുകളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു വ്യക്തിത്വമാണ്. സലീമക്ക ഈ പരിപാടിയിൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പഴയ സ്കൂൾ ഓഫീസുകളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. ഈ ഒത്തേരലിൽ സലീമക്കായ്ക്കും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഞങ്ങളുടെ ഓർമ്മകൾക്ക് പുതുജീവൻ നൽകിയ സലീമക്കായ്ക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഞങ്ങളുടെ റീയൂണിയൻ വളരെ ഭംഗിയായി നടന്നു കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് സ്റ്റെല്ല ടീച്ചർ. ടീച്ചർ അതിനുവേണ്ടി ഞങ്ങളോടൊത്ത് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യത്തിനായി എപ്പോൾ വിളിച്ചാലും ടീച്ചർ അതിനെല്ലാം മറുപടികൾ നൽകിയിട്ടുള്ളത്, വേണ്ട ഉപദേശങ്ങൾ നൽകിയിട്ടുള്ളത് പണ്ട് ഞങ്ങളെ കണക്ക് പഠിപ്പിച്ച അതേ ക്ഷമയോടുകൂടി തന്നെയാണെന്നുള്ളത് ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷം നൽകിയ ഒരു കാര്യമാണ്. ടീച്ചർക്ക് റീയൂണിയനിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എന്നത് റീയൂണിയൻ്റെ നഷ്ടവും ഞങ്ങളുടെ നിർഭാഗ്യവും കൂടെയാണ്. ടീച്ചർ എത്രയും പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ആക്റ്റീവ് ആവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. 92 ബാച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ടീച്ചർക്ക് ഹൃദയപൂർവ്വം നന്ദി. മെയ് 17 ശനിയാഴ്ച നടന്ന ഒത്തുചേരൽ പരിപാടി ഗംഭീരമാക്കാൻ വേണ്ടി ഞങ്ങളോടൊപ്പം നിന്ന
സുബൈദ ടീച്ചർ മറ്റുള്ള ടീച്ചേഴ്സ്മാരെ ഉൾപ്പെടുത്താനും അവരെ ഈ പരിപാടിയിലേക്ക് കൊണ്ടുവരാനും ഒരുപാട് സപ്പോർട്ട് ചെയ്ത, ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ച സുബൈദ ടീച്ചറിനെ എൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട വിവാഹവിശേഷങ്ങൾ നടക്കുന്നതിനിടയിലും ആ തിരക്കുകൾക്കിടയിലും ഞങ്ങളുടെ സമാഗമത്തിൽ എത്തിച്ച സുഹറ ടീച്ചർ കാണിച്ച ആ ഉന്മേഷത്തിന് ഞങ്ങളെന്നും കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ മലയാളം ക്ലാസ്സുകളെ രസകരമാക്കിയ പോലെ നർമ്മത്തിലൂന്നിയ സംഭാഷണങ്ങളിലൂടെ സദസ്സിനെ ഉണർത്തിയ സുഹറ ടീച്ചർക്ക് ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. സുഹറ ടീച്ചർ മാതൃവാത്സല്യത്തിൻ്റെ പ്രതീകമായിരുന്നു. ടീച്ചർ ഞങ്ങൾക്ക് ഒരു പ്രചോദനമായിരുന്നു, അന്നും ഇന്നും എന്നും. നമ്മുടെ റീയൂണിയൻ്റെ ഭാഗമായിട്ട് സുഷമ ടീച്ചറിനെ ക്ഷണിച്ചപ്പോൾ ടീച്ചറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം അത് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നൽകിയത്. നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ഒരു ധാരണയുണ്ട്, മാത്സ് അധ്യാപകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കർക്കശക്കാരായിരിക്കും. പക്ഷേ നമുക്ക് നമ്മുടെ ഭാഗ്യം കൊണ്ട് കിട്ടിയ എല്ലാ അധ്യാപകരും നല്ല സൗമ്യശീലരായിരുന്നു. അക്കൂട്ടത്തിൽ ഒരാളാണ് സുഷമ ടീച്ചർ. നമ്മുടെ റീയൂണിയൻ്റെ അന്ന് മറ്റെല്ലാ അധ്യാപകരും എത്തുന്നതിന് മുന്നേ ടീച്ചർ എത്തി. നമ്മളോടൊപ്പം നിന്ന് സ്നേഹവും സന്തോഷവും ഓർമ്മകളും പങ്കുവെച്ച് മടങ്ങിയ സുഷമ ടീച്ചർക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട വിൽമ ടീച്ചർ, ടീച്ചർ ആദ്യമായി പഠിപ്പിച്ച വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങൾ. പരിപാടിയിൽ പങ്കെടുക്കാൻ ടീച്ചർ അസൗകര്യം പ്രകടിപ്പിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ നിരാശരായിരുന്നു. ടീച്ചറെ ഒന്നുകൂടി കാണാനും സംസാരിക്കാനും എല്ലാവർക്കും അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളുടെ സ്നേഹനിർബന്ധത്തിന് വഴങ്ങി പരിപാടിയിൽ പങ്കെടുക്കുകയും പരിപാടിയെ മാറ്റുകൂട്ടുകയും ചെയ്ത വിൽമ ടീച്ചർക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ പല പ്രിയപ്പെട്ട ടീച്ചർമാർക്കും മെയ് 17 നടന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. ചിലർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നതുകൊണ്ടും മറ്റു ചിലർ ഒഴിവാക്കാനാകാത്ത മറ്റു ചടങ്ങുകളുള്ളത് കൊണ്ടാണ് അവർ വരാതിരുന്നത്. എങ്കിലും ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനകളും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുവെന്ന്. വീണ ടീച്ചർ, ജമീല ടീച്ചർ, ഷൈനി ടീച്ചർ, ജേക്കബ് സാർ, ജോർജ് സർ, സലാഹുദ്ദീൻ ഉസ്താദ്, PS മുഹമ്മദ് സാർ, ലത്തീഫ് സാർ, മമ്മൂട്ടി സാർ, നമ്മൾ വളരെയധികം ശ്രമിച്ചായിരുന്നു നിങ്ങളും കൂടെ ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്നാണ് കരുതിയത്. എങ്കിലും നിങ്ങളോടെല്ലാമുള്ള നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങളോട് നന്ദി പറയുകയാണ്. ഈ ഒരു ഒത്തുചേരൽ നമുക്ക് ഒരു വലിയ അനുഭവമായിരുന്നു. ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാളും മനോഹരമായിട്ടുള്ള മറ്റൊരു ഒത്തുചേരലിനായി നമുക്കെല്ലാവർക്കും പ്രതീക്ഷകൾ നെയ്ത് കാത്തിരിക്കാം. എല്ലാ ടീച്ചർമാർക്കും ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ ആശംസിക്കുകയാണ്. ടീം DUHS 92 വേണ്ടി നന്ദി, നമസ്കാരം.